AIYF സംസ്ഥാന ശില്പശാലയിൽ മുഖ്യമന്ത്രിക്ക് വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ നീക്കങ്ങൾ ഇടതുവിരുദ്ധ വികാരം സൃഷ്ടിച്ചു. നവകേരള സദസ്സിനിടെ പ്രതിഷേധക്കാരെ മർദ്ദിച്ചതും രക്ഷാപ്രവർത്തനമെന്ന് ന്യായീകരിച്ചതും സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു എന്നും വിമർശനമുയർന്നു. രാഹുൽ വിജയൻ ചേരുന്നു ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ, എന്തൊക്കെ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ? ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും AIFL മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. നവകേരള സദസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനം അത് വളരെ തെറ്റായ രീതിയിലായിരുന്നു. അത് പാർട്ടിക്ക് CPM അല്ലെങ്കിൽ LDF ചേരുന്നതായിരുന്നില്ല എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ കരിങ്കോടി പ്രതിഷേധം ഈ നവകേരള ബസ്സിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ പ്രവർത്തകർക്കൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷവും പാർട്ടി പ്രവർത്തകർ അവരെ മർദ്ദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ന്യായീകരിച്ച നടപടി പോലും ആളുകൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. മാത്രമല്ല KSRTCയിൽ ശമ്പളം കൊടുക്കാൻ വൈകിയതും അതുപോലെ തന്നെ പെൻഷൻ വിതരണത്തിലെ അപാകതയും കാലതാമസവും ഉൾപ്പെടെ ജനങ്ങൾ സർക്കാരിനെതിരായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ജനങ്ങളെ അത്തരത്തിൽ പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഉന്മേഷ്, ശരി, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. AIYF കുമളിയിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിൽ, സംസ്ഥാന ശില്പശാലയിലാണ് ഈ വിമർശനം. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.